റീക്യാപ്പ് രസികനിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപഭാവിയിൽ ഖനൻ ഷിപ്പായ ബൊറിയാലിസ് ബഹിരാകാശത്ത് കൂടെ പറക്കുകയാണ്. മുഴുവൻ ക്രൂവും ക്രയോബോർഡുകളിൽ ഉറങ്ങുന്നു, കാരണം അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇനിയും 4 വർഷം ബാക്കിയുണ്ട്. പെട്ടെന്ന് ഒരു ചിന്ന ഗ്രഹം ഷിപ്പിൽ ഇരിക്കുകയും അത് അലാം ഉയർത്താൻ ആവശ്യമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. അതിനാൽ ഒരു പോഡിൽ ആൻഡി ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് കപ്പലിന്റെ ഒരു ഹൽ ലംഘനം ഉണ്ടായതായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു കൂട്ടം മെക്കാനിക്കൽ ഉപകരണങ്ങൾ ആൻഡിക്ക് ചുറ്റും ഒരു പ്രത്യേക സ്യൂട്ട് നിർമ്മിക്കാൻ തുടങ്ങി. അതിൽ പരിമിതമായ ഓക്സിജനും സ്വന്തമായി എയും ഉൾപ്പെട്ടിരുന്നു. തുടർന്ന് ബോറിയാലിസിൽ നിന്ന് എമർജൻസി ലോഞ്ച് സജീവമാവുകയും എല്ലാ ക്രയോബോർഡുകളും പുറന്തള്ളപ്പെടുകയും ചെയ്തു. അവരിൽ ഭൂരിഭാഗവും സുരക്ഷിതമായി പറന്നു. എന്നാൽ ഷിപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ ആരംഭിക്കുമ്പോൾ ചിലർ തീയിൽ അകപ്പെട്ടു. ക്രയോബോർഡുകളിലെ ത്രിസ്റ്ററുകൾ സജീവമാകുന്നതിന് മുമ്പ് റോബോട്ട് ആൻഡിയുടെ തലയ്ക്ക് ചുറ്റും ഒരു ഹെൽമറ്റ് നിർമ്മിച്ചു. എന്നിരുന്നാലും അവ അടുത്തുള്ള ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരുത്വാകർഷണം വളരെ ശക്തമായിരുന്നു. അതിനാൽ ക്രയോബോർഡുകൾ അപകടകരമായ വേഗതയിൽ വീഴാൻ തുടങ്ങി. അവയിൽ ചിലത് ഇറങ്ങുമ്പോൾ തീ പിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആൻഡിയുടെ പോഡിൽ നിന്ന് ചിറകുകൾ തുറന്നു. പക്ഷേ അവ ഒടിഞ്ഞുപോയതിനാൽ പോഡിന് അതിന്റെ ത്രസ്റ്ററുകൾ നഷ്ടപ്പെട്ടു. പൊടുന്നനെ അത് ചില ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ പതിക്കുകയും നേരെ നിർത്തുന്നതുവരെ കുറച്ച് നിമിഷങ്ങൾ കഠിനമായ ഭൂമിയിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരുന്നു. അബോധാവസ്ഥയിലായ ആൻഡി തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ അയാൾക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയാണെന്ന് കരുതി. എന്നാൽ ആൻഡി കൃത്യസമയത്ത് ഡീഫിബ്രിലേറ്റർ നിർജ്ജീവമാക്കി. അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വിജനമായ പ്രദേശത്താണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് മനസ്സിലാക്കി. ആൻഡി റേഡിയോ പരീക്ഷിച്ചെങ്കിലും ആരും തിരികെ ഉത്തരം നൽകിയിരുന്നില്ല. പെട്ടെന്ന് പോഡ് മണ്ണിലേക്ക് താഴാൻ തുടങ്ങി. അപ്പോൾ അവർ ഉറപ്പില്ലാത്ത ഭൂപ്രദേശത്താണെന്ന് വിശദീകരിച്ചു. അതിനാൽ അവൻ പോഡ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് തുറക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് ആൻഡി സർവൈവൽ കിറ്റ് പരിശോധിച്ചു. അവന്റെ റാങ്ക് കുറവായതിനാൽ ഒരു ഫ്ലെയർ ഗൺ ഇല്ലെന്ന് കണ്ടെത്തി. ശേഷം വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനാൽ ആൻഡി അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് ഒടുവിൽ ഗ്ലാസ് തകർത്തു. അവൻ പുറത്തുകടക്കാൻ ശ്രമിക്കുമ്പോൾ പോഡ് അതിന്റെ വശത്തേക്ക് ഉരുളുകയും അവൻ വീണ്ടും അകത്തേക്ക് വീഴുകയും ചെയ്തു. ഈ സമയം തകർന്ന ഗ്ലാസ് അവന്റെ സ്യൂട്ടിന് കേടുവരുത്തിയിരുന്നു. അതിനാൽ അവന് ഓക്സിജൻ നഷ്ടപ്പെടാൻ തുടങ്ങി. ഭാഗ്യവശാൽ കീറിയ ഭാഗം വേഗത്തിൽ അടയ്ക്കുന്ന ഒരു റിപ്പയർ സ്പ്രേ അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. ആ നിമിഷം എഞ്ചിൻ ഷോർട്ട് സർക്യൂട്ട് ആവുകയും സീറ്റിന് പിന്നിൽ ചെറിയ തീ പിടിക്കാനും തുടങ്ങി. അതിനാൽ കനത്ത പുകയിലിരിക്കുന്ന പോഡിൽ നിന്ന് കുറച്ച് മണ്ണ് നീക്കി ആൻഡി വേഗം പുറത്തു കടന്നു. അവൻ ചുറ്റും നോക്കിയപ്പോൾ ആകാശത്ത് തീപിടിച്ച് താഴേക്ക് വീഴുന്ന ബോറിയാലിസ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഒരു വലിയ സ്ഫോടനത്തിന് കാരണമായി. അതിനുശേഷം ഉണ്ടായ ഷോക്ക് വേവ് ആൻഡിയെ തട്ടി വീഴ്ത്തി. അവൻ വേഗം സുഖം പ്രാപിച്ചതിനുശേഷം അയോട് ചില വിവരങ്ങൾ ചോദിച്ചപ്പോൾ കപ്പൽ യാത്രയുടെ പാതിവഴിയിൽ മാത്രമാണ് എത്തിയതെന്നും താൻ മാപ്പ് ചെയ്യാത്ത പ്രദേശത്താണെന്നും കണ്ടെത്തി. അപ്പോൾ അവൻ അകലെ ഒരു വെളിച്ചം കണ്ടു. അതിനാൽ റേഡിയോയിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആൻഡി അവിടേക്ക് പോകാൻ തുടങ്ങി. കുറച്ചു നേരം നടന്നപ്പോൾ ബോറിയാലിസിന്റെ തീപിടിച്ച പകുതിയും സമീപത്ത് ഒരു പോഡും അവൻ കണ്ടെത്തി. ഓക്സിജൻ ടാങ്ക് എടുക്കാനായി അവൻ അകത്ത് പരിശോധിച്ചപ്പോൾ ജോലിക്കാരനായ ഒരു അംഗത്തിന്റെ ശവശരീരം വീഴുന്നത് കണ്ടു ഞെട്ടി. സൂക്ഷ്മമായ പരിശോധനയിൽ ഓക്സിജൻ ടാങ്ക് തകർന്നതായി അവന് മനസ്സിലായി. അതിനുശേഷം ആൻഡി പോഡിന് മുകളിൽ ഉണ്ടായിരുന്ന രക്തവും വെട്ടിയ പാടും ശ്രദ്ധിക്കാതെ അവിടുന്ന് പോയി. മിനിറ്റുകൾക്ക് ശേഷം ശക്തമായ കാറ്റിനാൽ ചുറ്റപ്പെട്ട ഒരു കൂട്ടം SOS ലൈറ്റുകൾ ആൻഡി കണ്ടെത്തുന്നു. ചില ഉപകരണങ്ങൾ വീണ്ടെടുത്ത ഡ്വെയ്ൻ ആണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. തകരുന്നതിന് മുമ്പുള്ള നാവ് ലോഗ് നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിനാൽ ഇന്ധനം ലാഭിക്കാൻ കമ്പനി ഒരു ചിഹ്നഗ്രഹ വലയത്തിലൂടെ ഒരു കുറുക്കുവഴി സ്വീകരിച്ചുവെന്ന് മനസ്സിലാക്കി. അതിനാലാണ് അവർ അജ്ഞാതമായ പ്രദേശത്ത് അകപ്പെട്ടതെന്ന് അവൻ പറഞ്ഞു. ഭൂമിയിലേക്ക് ഒരു SOS സന്ദേശം അയക്കാൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ഡ്വെയ്ൻ ശ്രമിച്ചു. എന്നാൽ അത് എത്താൻ 8 മാസമെടുക്കും. രക്ഷാപ്രവർത്തകർ വേഗതയേറിയ ഒരു ഷിപ്പ് ഉപയോഗിച്ചാൽ ഏകദേശം 2 വർഷത്തിനുള്ളിൽ അവർ ഇവിടെ എത്തും എന്ന് പറഞ്ഞപ്പോൾ ആൻഡിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ബോറിയാലിസിന്റെ മറ്റേ പകുതിയിൽ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തിയേക്കാമെന്ന് ഡ്വെയ്ൻ ചൂണ്ടിക്കാട്ടുന്നു. അവൻ പിന്നോട്ട് പോകുമ്പോൾ ആൻഡി അബദ്ധത്തിൽ മെഷീൻ അൺപ്ലഗ് ചെയ്യുകയും അത് ശരിയാക്കാനായി തിരിയുകയും ചെയ്തു. ആ നിമിഷം ഒരു നിഗൂഢ ജീവി ചാടി വന്ന് ഡ്വെയ്നെ പിടികൂടുന്നു. ഒടുവിൽ ആൻഡി വീണ്ടും തിരിയുമ്പോൾ അവൻ തനിച്ചായിരുന്നു. ഭൂമിയിലേക്ക് സന്ദേശം അയച്ചതിനുശേഷം ആൻഡി ഡ്വെയ്നിന്റെ തോക്ക് എടുത്തു. അപ്പോൾ ഓക്സിജന്റെ അളവ് കുറവാണെന്ന് അവനെ ഓർമ്മിപ്പിച്ചു. ഏറ്റവും വലിയ ബോറിയാലിസിന്റെ ഭാഗത്തേക്ക് ഒരു റൂട്ട് സജ്ജീകരിക്കാൻ യോട് ആൻഡി ആവശ്യപ്പെടുകയും മറ്റ് രക്ഷപ്പെട്ടവരെ കണ്ടെത്താൻ റേഡിയോ തുടർച്ചയായി പരിശോധിക്കുന്നതിനിടയിൽ നടക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒടുവിൽ അവൻ ഒരു മലഞ്ചെരിവിന്റെ അരികിലെത്തിയപ്പോൾ അതിന്റെ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നില്ലെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ അവൻ തന്റെ കുടുംബത്തെ ഓർത്ത് നിരാശയോടെ നിലവിളിക്കുന്നതിനിടയിൽ റേഡിയോയിൽ ഒരു ശബ്ദം കേട്ടു. നവോമി എന്നു പേരുള്ള മറ്റൊരു രക്ഷപ്പെട്ട ആളായിരുന്നു അത്. സിഗ്നൽ അത്ര നല്ലതല്ല. അതിനാൽ സ്റ്റാറ്റിക് കൂടാതെ അവളുടെ ശബ്ദം കേൾക്കുന്നതുവരെ ആൻഡി ഓടി നടന്നു. നവോമി അവളുടെ പോഡിൽ കുടുങ്ങിയതിനാൽ ജോലിക്കാരുടെ ട്രാക്കറുകൾക്കായി അവൾ തിരഞ്ഞിരുന്നു. പക്ഷേ അതിജീവിച്ചത് അവളും ആൻഡിയും ഡ്വെയ്നും മാത്രമാണ്. അവൾ ആൻഡിക്ക് അവളുടെ സ്ഥാനം അയച്ചു കൊടുത്തു. പക്ഷേ അവളുടെ പ്രദേശം ഉറപ്പില്ലാത്ത പ്രതലമാണെന്നും ആൻഡിക്ക് അവിടെ എത്താൻ ആവശ്യമായ ഓക്സിജൻ ഇല്ലെന്നും മുന്നറിയിപ്പ് നൽകി. അത്തരമൊരു റിസ്ക് എടുക്കാൻ ആൻഡി അപ്പോൾ മടിച്ചു. അതിനാൽ അവർക്ക് 2 പേർക്കും ആവശ്യമായ ഓക്സിജൻ തന്റെ പക്കലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നവോമി അവനെ ബോധ്യപ്പെടുത്തി. അടുത്ത ഏതാനും മണിക്കൂറുകൾ നവോമിയുമായി സംസാരിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു.
പെട്ടെന്ന് ആൻഡി ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുകയും ഏരിയ സ്കാൻ ചെയ്യാൻ അവൻ്റെ എയോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ പ്രവർത്തനം നടക്കുന്നില്ല. അതിനാൽ മോഡലിന്റെ പേര് കേൾക്കുമ്പോൾ ആ AI നിർത്തലാക്കേണ്ടത് ആയിരുന്നെന്നും പക്ഷേ അവരുടെ ജീവനക്കാരുടെ സുരക്ഷ പരിഗണിക്കാതെ പണം ലാഭിക്കാൻ കമ്പനി ചെയ്ത മറ്റൊരു കാര്യമാണിതെന്ന് നവോമി സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ രാത്രിയാണ്. ആൻഡി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അവന്റെ ഹെൽമെറ്റ് ലൈറ്റ് അത്ര ശക്തമല്ല. അതിനാൽ അവൻ എന്തെങ്കിലും കാണുന്നുവെന്ന് കരുതുമ്പോൾ അവൻ ചുറ്റും നോക്കും. എന്നാൽ പിന്നീട് അവൻ തന്റെ ഭാവനയെ കുറ്റപ്പെടുത്തുകയും നടത്തം തുടരുകയും ചെയ്യും. സെക്കൻഡുകൾക്ക് ശേഷം തന്റെ പാദങ്ങൾക്ക് സമീപം പാറകൾ ഉരുളുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്നാൽ മുകളിൽ നിന്ന് ഒരു നിഴൽ തന്നെ നിരീക്ഷിക്കുന്നത് അവൻ കണ്ടിരുന്നില്ല. കുറച്ചു സമയത്തിനു ശേഷം അവൻ നിലത്ത് വിചിത്രമായ ദ്വാരങ്ങൾ കണ്ടെത്തുകയും ചിലന്തിവലയിൽ പൊതിഞ്ഞ ഒരു വലിയ ദ്വാരം കണ്ടെത്തുന്നതുവരെ അവയെ പിന്തുടരുകയും ചെയ്തു. അപ്പോൾ ചെറിയ ദ്വാരങ്ങൾ കാൽപ്പാടുകൾ ആണെന്ന് അവൻ മനസ്സിലാക്കി. ആൻഡി പരിഭ്രാന്തനാകുകയും കഴിയുന്നത്ര വേഗത്തിൽ നടക്കുകയും ചെയ്തു. അപ്പോൾ പ്രദേശത്ത് കൂടുതൽ ചിലന്തിവലകൾ കണ്ടു. താമസിയാതെ മഞ്ഞു പെയ്യാൻ തുടങ്ങി. ആ സമയം സമീപത്ത് എന്തോ വലിയ ജീവി ഓടുന്നതായി തോന്നിയതിനാൽ ആൻഡി ഉടനെ മറഞ്ഞിരിക്കുകയും ഹെൽമെറ്റ് ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു. ഒരു കൂട്ടം ക്രൂ ട്രാക്കറുകൾ അവന്റെ അടുത്തേക്ക് നീങ്ങുന്നത് അവളുടെ സ്കാനിൽ കാണിച്ചപ്പോൾ നവോമി ആശ്ചര്യപ്പെട്ടു. പക്ഷേ അവരാരും പ്രതികരിച്ചിരുന്നില്ല. ആൻഡി ആ ട്രാക്കറുകളിലേക്ക് AI ലിങ്ക് ഉണ്ടാക്കിയെങ്കിലും അവന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ഫ്ലെയർ വായുവിൽ ഉയരുകയും വെളിച്ചം സമീപത്തുള്ള ഒരു ഭീമൻ ചിലന്തിയെ വെളിപ്പെടുത്തുകയും ചെയ്തു. അത് ക്രൂവിനെ തിന്നതിനാൽ അതിന്റെ വയറ്റിൽ ട്രാക്കറുകൾ ഉണ്ടായിരുന്നു. ഡ്വെയ്നിന്റെ തോക്ക് പ്രവർത്തിക്കാത്തതിനാൽ ആൻഡി നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ചെറിയ ചിലന്തി തന്റെ മേൽ ചാടാൻ ശ്രമിച്ചു. അവൻ നിലത്തെ ഒരു വിള്ളലിൽ വീണതിനു ശേഷം മുകളിലേക്ക് നോക്കുമ്പോൾ ജീവി ഉള്ളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് കണ്ടു. പേടിച്ചരണ്ട ആൻഡി ഓടാൻ തുടങ്ങി. ചിലന്തി മുകളിൽ നിന്ന് അവനെ പിന്തുടരുന്നതിനിടെ ഇടയ്ക്കിടെ അവനെ കുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ആൻഡി എല്ലാ ആക്രമണങ്ങളും ഒഴിവാക്കുന്നു. എന്നിരുന്നാലും അവൻ ഓടുന്നതിന്റെ ഒരു പാറയുടെ അരികിൽ നിന്ന് ഉരുണ്ട താഴേക്ക് വീണു. ചിലന്തി മുകളിൽ നിന്ന് അവനെ നോക്കി അലറി. അത്തരമൊരു അനുഭവത്തിന് ശേഷം അവന്റെ ഓക്സിജന്റെ അളവ് കുറയുന്നത് ചൂണ്ടിക്കാണിക്കാൻ നവോമി അവനെ ആശ്വസിപ്പിച്ചു. വീഴ്ച അവന്റെ സ്യൂട്ടിൽ വീണ്ടും കേടുപാടുകൾ ഉണ്ടാക്കി. അതിനാൽ ആൻഡി അത് സ്പ്രേ ഉപയോഗിച്ച് അടയ്ക്കാൻ തിടുക്കം കൂട്ടി. ആ നിമിഷം റേഡിയോയിൽ ഡ്വെയ്നിന്റെ ശബ്ദം കേട്ടു. ഒരു കൂട്ടം ചിലന്തികളോട് പോരാടുന്നതിനാൽ റേഡിയോയിൽ അയാൾ സഹായം അഭ്യർത്ഥിച്ചു. ആൻഡി അവനെ സഹായിക്കണമെന്ന് നവോമി കരുതി. എന്നാൽ അവന്റെ സ്കാനർ പോലും നന്നായി പ്രവർത്തിക്കാത്തതിനാൽ ആൻഡി രാക്ഷസന്മാരോട് പോരാടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഡ്വെയ്നിൽ നിന്ന് ഓക്സിജൻ ലഭിക്കുമെന്ന് നവോമി ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ മനസ്സ് മാറ്റുന്നു. തകർന്ന പൊടുകൾക്ക് ഇടയിലൂടെ ആൻഡി ഓടുമ്പോൾ ഫ്ലെയറുകൾ ഡ്വെയ്ൻ വെടിവെക്കുന്നത് കാണുകയും ഒടുവിൽ അവനെ കണ്ടെത്താൻ അവ പിന്തുടരുകയും ചെയ്തു. ചിലന്തി വീണ്ടും അവന്റെ മേൽ ചാടുന്നതിനു മുന്നേ ഡ്വെയ്ൻ അതിന്റെ ബലഹീനത പങ്കിടാൻ പോകുകയായിരുന്നു. പക്ഷേ അയാൾ കൊല്ലപ്പെട്ടു. രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയിൽ അവൻ മറ്റൊരു പോഡിൻ പിന്നിലേക്ക് ഓടി. പക്ഷേ സമീപത്ത് ശരീരങ്ങൾ ഭക്ഷിക്കുന്ന രണ്ടാമത്തെ ചിലന്തിയെ കണ്ടെത്താനായി. നവോമി അപ്പോൾ AI ഉപയോഗിച്ച് ചില പോഡുകളിൽ ശബ്ദവും ലൈറ്റുകളും സജീവമാക്കി. അത് ചിലന്തികളുടെ ശ്രദ്ധ ആകർഷിച്ചപ്പോൾ ആൻഡിക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള സാവകാശം കിട്ടി. അപ്പോൾ നവോമി ജീവിയുടെ ശ്രദ്ധ തിരിക്കാൻ മറ്റൊരു പോഡ് സജീവമാക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും അവൾ ആകസ്മികമായി ആൻഡിയുടെ പൊടിലെ ലൈറ്റുകൾ ഓണാക്കി. അപ്പോൾ അവൻ ഒരു ശരീരം കണ്ടു ഞെട്ടി. ഭാഗ്യവശാൽ മറ്റെല്ലാ പോഡുകളും സജീവമാക്കാൻ നവോമിക്ക് കഴിഞ്ഞു. അതിനാൽ ഇപ്പോൾ 2 ചിലന്തികളും ശ്രദ്ധ തിരിക്കുകയും ഒടുവിൽ ആൻഡിക്ക് ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞു. തങ്ങൾ കബളിപ്പിക്കപ്പെട്ടുവെന്ന് ഉടൻ തന്നെ ചിലന്തികൾ മനസ്സിലാക്കിയപ്പോൾ അവർ അവനെ വീണ്ടും പിന്തുടർന്നു. ഒടുവിൽ ആൻഡി ഒരു മൂടൽമഞ്ഞുള്ള പ്രദേശത്ത് പ്രവേശിക്കുമ്പോൾ ചിലന്തികൾ പിൻവാങ്ങി. പിന്നീട് അവൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടം മിന്നാമിനുങ്ങുകൾ അവരുടെ ലൈറ്റുകൾ കൊണ്ട് മനോഹരമായ കാഴ്ച സൃഷ്ടിച്ചു. ഒരാൾ തന്റെ ഹെൽമെറ്റിൽ ഇറങ്ങുകയും അവനെ ആക്രമിക്കാൻ പെട്ടെന്ന് ചുവപ്പ് നിറമാവുകയും ചെയ്തു. ഇതിന് ഒറ്റയ്ക്ക് കേടുപാടുകൾ വരുത്താൻ കഴിയില്ല. എന്നാൽ താമസിയാതെ മറ്റ് മിന്നാമിനുങ്ങുകളും ചുവപ്പായി മാറുകയും ഒരുമിച്ച് അവനെ ആക്രമിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഭൂമിക്കടിയിൽ നിന്ന് ഒരു ഭീകരമായ ജീവി ആൻഡിയെ വിഴുങ്ങാൻ തുടങ്ങി. അപ്പോൾ അവൻ തനിക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയാണെന്ന് AIയോട് പറഞ്ഞു. AI ഉടൻ ഡിഫിബ്രിലേറ്റർ സജീവമാക്കി. തത്ഫലമായുണ്ടാകുന്ന വൈദ്യുത ആഘാതം വളരെ ശക്തമായതിനാൽ ജീവി ആൻഡിയെ തുപ്പി. ഈ ജീവി ഇപ്പോൾ വളരെ ദേഷ്യത്തിലാണ്. അത് അവനെ തേടി വന്നു. അതിനാൽ ആൻഡി ഒരു മരത്തിന്റെ കുറ്റി പോലെ തോന്നിക്കുന്ന എന്തിന്റെയോ ഉള്ളിൽ ഒളിക്കാൻ ഓടി. അവിടെ നിലത്ത് ഒരു ദ്വാരം ഉണ്ടായിരുന്നതിനാൽ ആൻഡി വീഴാൻ കാരണമാവുകയും ഒരു ഫെയർഫ്ലൈ നെസ്റ്റിൽ അവസാനിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവയെല്ലാം ചുവപ്പായി മാറുകയും അവൻ തുരങ്കത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നവരെ അവനെ കുത്താൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം അപകടത്തിൽ നിന്നുള്ള തീജ്വാലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് ഒടുവിൽ അവൻ നവോമിയെ കണ്ടെത്തി. അവനെ അകത്തേക്ക് കടത്തിവിടാൻ അവൾ ഉടനെ വാതിൽ തുറന്നു. ഇപ്പോൾ അവന് വീണ്ടും എളുപ്പത്തിൽ ശ്വസിക്കാൻ കഴിയും. അതിനുശേഷം അവൻ അവളുടെ കാൽ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൈകൾക്ക് വേണ്ടത്ര ബലമില്ലായിരുന്നു. ഭാഗ്യവശാൽ അവൾ ഉയർന്ന റാങ്കിലുള്ളതിനാൽ അവളുടെ എമർജൻസി കിറ്റിൽ നിരവധി ടൂളുകൾ ഉണ്ടായിരുന്നു. അതിനാൽ ആൻഡിക്ക് അത് ഉപയോഗിച്ച് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞു. കാൽ ഒടിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും നവോമിക്ക് ചെറിയ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം വിശ്രമിച്ച ശേഷം ഇരുവരും ഫ്ലെയർ ഗണ്ണും റിപ്പയർ സ്പ്രേയും എടുത്ത് പോവാൻ തയ്യാറെടുത്തു. വേദന നവോമിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയതിനാൽ ആൻഡി അവളെ സഹായിക്കാനായി കാലിൽ ഒരു ടൂൾ വെച്ച് കെട്ടി. അതിനുശേഷം നവോമി ഡ്വെയ്നിന്റെ തോക്ക് പരിശോധിക്കുമ്പോൾ ചിലന്തികളുടെ ഒരു കൂട്ടം പതുക്കെ അവരെ വളയുന്നത് കണ്ടു. അതിനാൽ ഇരുവരും ഉടൻ ഓടാൻ തുടങ്ങി. ചിലന്തികൾ അവരെ പിന്തുടരുമ്പോൾ നവോമിയും ആൻഡിയും ബൊറിയാലിസിന്റെ മറ്റേ പകുതി ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ അത് മാന്യമായ അവസ്ഥയിലാണെന്ന് അവർക്ക് തോന്നി.
ചിലന്തികൾ ഇതിനകം തന്നെ ചാടാൻ അടുത്തു വന്നിരുന്നു. അതിനാൽ ഇരുവരും തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒരു ചിലന്തി അവരെ പിടിക്കാൻ വന്നു. അതിനാൽ നവോമി ഒരു ഫ്ലെയർ വെടിവെക്കുകയും ചിലന്തി അതിന്റെ പിന്നാലെ ഓടാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം അവർ ബോറിയാലിസിൽ പ്രവേശിക്കാനായി മലമുകളിലേക്ക് ഓടി. കൺട്രോൾ പാനലിൽ നവോമി അവളുടെ അടിക്കായി തിരഞ്ഞു. അപ്പോൾ ചിലന്തികൾ അടുത്തുവരികയും ഒരാൾ അകത്ത് കടക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വാതിൽ പൂട്ടി അതിനെ കൊല്ലുകയും ചെയ്തു. നവോമിയും ആൻഡിയും ഷിപ്പിനുള്ളിലേക്ക് നിരീക്ഷിക്കാൻ പോയ നേരം മറ്റ് ചിലന്തികൾ വാതിലിൽ ഇടിക്കാൻ തുടങ്ങി. ധാരാളം കേടുപാടുകൾ ഉണ്ടെങ്കിലും ലൈറ്റുകൾ പ്രവർത്തിക്കുന്നതിനാൽ ബാക്കപ്പ് ജനറേറ്ററുകൾ നല്ലതാണെന്ന് അവർ മനസ്സിലാക്കി. കാർഗോ ഹോൾഡിൽ സപ്ലൈസിന്റെ പെട്ടികളും സ്ഥിരതയുള്ള അന്തരീക്ഷവുമുണ്ട്. അതിനാൽ അവർക്ക് ഇവിടെ സഹായം വരുന്നത് വരെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ അവർ ഒരു ഇടനാഴിയിൽ രക്തത്തിന്റെ പാടുകൾ കാണുകയും അത് പിന്തുടർന്ന് പ്രധാന കൺസോൾ റൂമിൽ എത്തുകയും ചെയ്തു. അവിടെ അവർ ഒരു വലിയ ചിലന്തി കടന്നുവന്ന് കൂടുതൽ മനുഷ്യഭാഗങ്ങളും ഒരു ഹെൽമെറ്റും വിസർജിക്കുന്നത് കണ്ടപ്പോൾ അവർ ഓടി ഒളിച്ചു. ഭാഗ്യവശാൽ ചിലന്തി അവരെ കണ്ടില്ല. അതിനാൽ ഇരുവരും നീങ്ങാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് സീലിംഗിൽ നിന്ന് അതിലും വലിയ ഒരു ചിലന്തി പുറത്തുവന്നു. സുരക്ഷിതത്വത്തിനായി ആൻഡി ഉടൻ വാതിൽ അടച്ചെങ്കിലും നവോമി അവനെ ശകാരിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ അവർ ഒരു എയർലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് അവൾ അവനോട് വിശദീകരിച്ചു. ചിലന്തി വലത് വാതിലിൽ ഇടിക്കാൻ തുടങ്ങുമ്പോൾ ആൻഡി ഇടതുവശത്തെ വാതിലിൽ ഒരു ഉപകരണം ഉപയോഗിച്ച് അടിക്കാൻ തുടങ്ങി. പക്ഷേ അത് ഉപയോഗശൂന്യമായിരുന്നു. മരിക്കാൻ പോകുകയാണെന്ന് കരുതി നവോമിയും ആൻഡിയും കെട്ടിപ്പിടിച്ചു. എന്നാൽ ആ നിമിഷം നവോമി ആൻഡിയുടെ സ്യൂട്ടിൽ ഫെയർഫ്ലൈസ് നിറഞ്ഞ ഒരു പദാർത്ഥം കണ്ടെത്തി. ഒടുവിൽ ചിലന്തി അകത്തേക്ക് കടക്കുമ്പോൾ അവൾ ആ പദാർത്ഥം ചിലന്തിയുടെ നേരെ എറിഞ്ഞു. ഫയർഫ്ലൈസ് ഉടൻ തന്നെ ജീവിയെ ആക്രമിക്കുകയും അതിനെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇരുവരും പ്രധാന പാനലിൽ ഒരു ബട്ടൺ അമർത്തി കാർഗോ ബേയിലെ വാതിൽ തുറന്ന് അവിടേക്കൊടി. അപ്പോൾ അവർ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലാണെന്ന് കണ്ടെത്തി. ചിലന്തി ഫയർഫ്ലൈസിനെ ശരീരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം വാതിൽ അടയ്ക്കാൻ കഴിയാതെ നിൽക്കുന്ന അവരെ ആക്രമിക്കാൻ ചെന്നു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് ചാടി. അതേസമയം ചിലന്തി കാർഗോ ബേയിൽ ഇറങ്ങി. ആൻഡി തന്റെ സ്പ്രേ അതിന്റെ വായിലേക്ക് എറിഞ്ഞു. അതിന്റെ മുഖത്ത് മുഴുവൻ സ്പ്രേ പടർന്നപ്പോൾ അത് ഇരുവർക്കും ഓടാനുള്ള അവസരം നൽകി. അതിനുശേഷം ചിലന്തി മനുഷ്യരിലേക്ക് വേഗത്തിൽ എത്താൻ സീലിംഗിലൂടെ ഓടുകയും അവരുടെ തൊട്ടുപിന്നിലേക്ക് ചാടുകയും ചെയ്തു. അവർ രണ്ടുപേരും വീണെങ്കിലും നവോമി വേഗം എഴുന്നേൽക്കുകയും രാക്ഷസൻ അവളെ പിന്തുടരാൻ ഓടിച്ചപ്പോൾ ആൻഡി അതിനെ കൊല്ലാനുള്ള വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. കാർഗോ ബേയിൽ ഇപ്പോഴും പോഡുകൾ ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ട ആൻഡി ഏറ്റവും മുകളിൽ പ്രവർത്തിക്കുന്ന ഒരെണ്ണം കണ്ടെത്താൻ തന്റെ എയോട് ആവശ്യപ്പെട്ടു. ആൻഡി കഴിയുന്നത്ര വേഗത്തിൽ പോഡുകളുടെ അവസാന വരിയിലേക്ക് കയറുകയും മുകളിലെ പ്ലാറ്റ്ഫോമിലെത്തുകയും ചെയ്തു. അതേസമയം നവോമിയെ ചിലന്തി അടിച്ചു വീഴ്ത്തി. അപ്പോൾ ആൻഡി ലൈറ്റുകൾ ഓഫ് ചെയ്തു. അതിനാൽ നവോമിക്ക് വേഗത്തിൽ ഒരു ബോക്സിനുള്ളിൽ കയറാൻ അവസരം ലഭിച്ചു. ആ പെട്ടിയിൽ അവൾ ചില എമർജൻസി ലൈറ്റുകൾ കണ്ടു. ആൻഡി പോഡ് പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ പവർ ഷട്ട് ഡൗൺ ആയതിനാൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന് എ വിശദീകരിച്ചു. അതിനാൽ ഉള്ളിൽ നിന്ന് ഇത് സ്വമേധയാ ചെയ്യുക എന്നതാണ് അവന്റെ ഏക പോംവഴി. ആൻഡി പോഡിലേക്ക് കയറി അവന്റെ എയെ അതിലേക്ക് കണക്ട് ചെയ്തു. നവോമി ബോക്സിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവളുടെ ശരീരത്തിൽ വിളക്കുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ചിലന്തിയെ വീണ്ടും അവളുടെ പിന്നാലെ പോകാൻ പ്രേരിപ്പിച്ചു. മകന്റെ കളിപ്പാട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആൻഡി തന്റെ എയോട് വിട പറയുകയും പോഡ് പുറന്തള്ളാനുള്ള ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. പോഡ് ചിലന്തിയുടെ മുകളിൽ ഇടിച്ച് ഒടുവിൽ അത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് പഴയ ഓർമ്മകൾ ആൻഡിയുടെ മനസ്സിലൂടെ കടന്നുപോയി. ആൻഡി മരിച്ചെന്ന് കരുതി കരഞ്ഞുകൊണ്ട് നവോമി ആൻഡിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് യാചിച്ചതിനു ശേഷം ആൻഡി തികച്ചും ജീവനോടെയും സുഖത്തോടെയും ഉണർന്നു. ഇരുവരും പിന്നീട് ജനാലക്കരികിലേക്ക് പോയി കൈകൾ പിടിച്ച് മനോഹരമായ സൂര്യോദയത്തിലേക്ക് നോക്കി നിൽക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്.